ഡിഗ്രി ലെവൽ മെയിൻ എക്സാം 2026 ഇനി ഒരുപാട് ദിവസമൊന്നും ഇല്ല. എക്സാം ഡേറ്റ് ഉടനെ തന്നെ വരും. മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ആദ്യം തൊട്ട് അങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ ആഴ്ചകളിലായിട്ടൊക്കെ ആയിരിക്കും എക്സാം നടത്തുക എന്നാണ് നമ്മൾ പൊതുവേ ഉള്ള PSC ഒരു റുട്ടീൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ നോക്കിയാൽ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു 2-2.5 മാസമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അപ്പോൾ അതുമായിട്ടനുബന്ധിച്ച് എത്രയും വേഗം നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ലെവലിലോട്ട് മാർക്ക് സ്കോർ ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ചാലഞ്ചായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 60 ഡേ സ്റ്റഡി ചാലഞ്ച്. അപ്പോൾ ഈ സ്റ്റഡി ചാലഞ്ചിൽ ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് എൻ്റേതായൊരു പ്ലാനുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. പക്ഷേ വളരെയധികം മോട്ടിവേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു പ്ലാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൽ 5 സ്റ്റെപ്സാണ് ആകെ ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം. ഇതിൽ അഡീഷണൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഇത്രയും മിനിമം നിങ്ങൾ ഡെയിലി ചെയ്തു പോയാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ഒരുപാട് ഹെക്റ്റിക് ആയിട്ടൊന്നുമില്ല. കുറച്ച് ടൈമായിട്ട് കുറച്ച് സബ്ജക്ട്സിന് നിങ്ങൾ ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 60 ഡേ സ്റ്റഡി ചാലഞ്ചിൽ മെയിനായിട്ടും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡെയിലി പോസ്റ്റ് ആയിട്ടായിരിക്കും ഇടുന്നുണ്ട്. അതായത് ഞാൻ ഇതിൻ്റെ തന്നെ എൻ്റെ ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇടും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് അതിൽ ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. കാരണം ഡെയിലി അപ്ഡേറ്റ് ഒക്കെ റീൽസോ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ആയിട്ടൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഞാനൊരു ആസ്പിറൻ്റാണ്, അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിലൂടെ നിങ്ങൾ എന്നെപ്പോലെ തന്നെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കിട്ടി കൂടുതൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ഞാൻ പഠിക്കുന്നത് കാണുമ്പോൾ ഓക്കെ നമുക്കും പഠിക്കാം എന്നുള്ളൊരു രീതിയിൽ. ആൻഡ് അതിൽ ഞാൻ ഒരുപാടൊന്നും വെച്ചിട്ടില്ല, വെറും 5 ടാസ്ക് മാത്രമാണ്. അപ്പോൾ ഈ 5 ടാസ്ക് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വേഗം പറഞ്ഞുതരാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റിൻ്റെ MEM സെഷനാണ്. നമുക്കറിയാം പ്രിലിംസിൽ പോലെ തന്നെ മെയിൻസിലും ഒരു നല്ലൊരു ശതമാനം മാർക്ക് MEMനുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. റിവിഷൻ മാത്രമാണ് ഈ 45 മിനിറ്റ് സെഷനിൽ. ഈ 45 മിനിറ്റിൽ 15 മിനിറ്റ് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിന്, അതായത് മാത്സിന് 15 മിനിറ്റ്സ്, ഇംഗ്ലീഷിന് 15 മിനിറ്റ്സ്, മലയാളത്തിന് 15 മിനിറ്റ്സ്. അപ്പോൾ ഇവിടെ ബേസിക്കലി റിവിഷനാണ്. നിങ്ങൾ എന്തായാലും കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമാണ്. 15 മിനിറ്റ് മലയാളം ചെയ്യുക, 15 മിനിറ്റ് മാത്സ് ചെയ്യുക, 15 മിനിറ്റ് ഇംഗ്ലീഷ് ചെയ്യുക. ഇതിൽ റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. ഇതിൽ പുതിയതൊന്നും നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ പഠിച്ചത് മാത്രം ചെയ്യുക. ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയൊന്നും എന്തായാലും നമുക്ക് കാണത്തില്ല. കാരണം ഒബ്വിയസ്ലി മെയിൻ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ മാർക്കുള്ള ഒരു കുട്ടിക്ക് ഒരുവിധം എന്തായാലും ഇംഗ്ലീഷ് മലയാളം എവിടെയെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. 15 മിനിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ ഡെയിലി ആലോചിച്ച് നോക്കി ചെയ്ത് ഒരു 45 മിനിറ്റ് വെച്ചിട്ട് നമ്മളൊരു മാസം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ ടാസ്ക് വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് 1 അവർ, അതായത് പ്രിലിംസിൽ ഇല്ലാതിരുന്ന ടോപ്പിക്സ് ഉണ്ട് നമുക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ കേരള അഡ്മിനിസ്ട്രേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആക്റ്റും വരും. ഏതൊക്കെയാണ് നിങ്ങളുടെ എക്സാമിനനുസരിച്ച് അതിനനുസരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടോപ്പിക്സ് നിങ്ങളുടേതായ രീതിയിലൊരു ഐഡിയ ഉണ്ടാക്കുക, നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് 1 അവർ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പുതിയ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു 30 മിനിറ്റ് പ്രിലിംസിലുള്ള GK ടോപ്പിക്സ്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, അങ്ങനെയുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചത് വേണം ആദ്യം എടുക്കാനായിട്ട്. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ ഈ 30 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് വല്ലതും കുറച്ച് പുതിയ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ 30 മിനിറ്റ് മാത്രം നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇപ്പോൾ 1.5 മണിക്കൂർ 45 മിനിറ്റുമാണ് നമ്മൾ ഏകദേശം കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 30 മുതൽ 45 മിനിറ്റ് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാം. ഇല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി ക്ലാസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ യൂട്യൂബിൽ പലരും ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഏത് ചൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ട് ഒരു 30 to 45, 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ 45 മിനിറ്റ്സിനപ്പുറം നിങ്ങൾ ചെയ്യേ വേണ്ട. ഓക്കെ, അങ്ങനെ ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യാം. പിന്നെ ഒരു 1 അവർ നിങ്ങൾ കൊടുക്കേണ്ടത് തലേ ദിവസം പഠിച്ച ടോപ്പിക്കുകൾ ഒന്ന് ഓടിച്ച് വായിക്കുക. അതായത് നിങ്ങളിപ്പം ഈ 1 അവർ സ്പെഷ്യൽ ടോപ്പിക്കും GKയിൽ 30 മിനിറ്റും പിന്നെ 45 മിനിറ്റ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചെയ്തു, പിന്നെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എൻകൗണ്ടർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു 1 അവർ എടുത്ത് റിവിഷൻ ചെയ്യുക. കാരണം നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ് നമുക്ക് ഒരുപാട് ഓർമ്മയാണ്. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം ചെയ്തു നോക്കണം, ഒന്ന് ഓടിച്ച് മറിച്ച് നോക്കുക. GKയിലൊക്കെ നോട്ട്സൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. സമയം അത് കഴിഞ്ഞിട്ടും കിട്ടുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ഓൺ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും റിപ്പീറ്റ്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമുണ്ട്. ഇത് വളരെ ചെറിയൊരു ചുരുക്കം ടൈം മാത്രമുള്ളൂ. അതായത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ 30 മിനിറ്റ്സ് കൊടുക്കുന്നേ ഉള്ളൂ ഉണ്ടെങ്കിൽ തന്നെ
2 hours-ഉം ഒരു 30 minutes, പിന്നെ 3 hours-ഉം ഒരു 15 minutes മാത്രമേ വരുന്നുള്ളൂ. ഒരു 3 മണിക്കൂർ ഡെയിലി പഠിക്കാൻ മാത്രമേ ഞാൻ ഇതിൽ നിന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു മൊമെൻറ്റം വെറും 3 മണിക്കൂർ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മൊമെൻറ്റം കിട്ടി തുടങ്ങും. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം മെയിനായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മൊമെൻറ്റം ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് ഇത് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഡെയിലി ഒരു 3.5 hours പഠിച്ചാൽ തന്നെ ഒരു പ്രോഗ്രസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ റിവിഷൻ ചെയ്യുന്നുണ്ട്, ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചെയ്യുന്നുണ്ട്. ഈ 15 മിനിറ്റൊക്കെ വളരെ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രിലിംസിനൊക്കെ ഞാൻ ചെയ്തിരുന്ന ഒരു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അപ്പോഴേ പഠിച്ചിട്ട് പോലും ഇല്ല ടോപ്പിക്. അപ്പം വെറും 15 മിനിറ്റ് വൊക്കാബുലറി നോക്കും, 15 മിനിറ്റ് അതിൽ മാത്സ് ചെയ്യും, 15 മിനിറ്റ് മലയാളം ചെയ്യും. അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ് ആക്ച്വലി പ്രിലിംസിന് പോലും. അപ്പോൾ അത് ആക്ച്വലി വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഓക്കെ ഞാൻ കുറേ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും, കൂടുതൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ കൂടെ. ഇപ്പം എൻ്റെ റുട്ടീൻ ഇതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സോ ഞാൻ ഈ ഒരു 60 ഡേ സ്റ്റഡി ചാലഞ്ചിൽ പോസ്റ്റായിട്ട് ഡെയിലി ഞാൻ ഇടുന്നുണ്ടാവും. അതായത് ഈ പറഞ്ഞ 5 ടാസ്കിൽ എൻ്റെ ടോപ്പിക്സ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടും ആൻഡ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ള അപ്ഡേറ്റും ബൈ ഈവനിങ് ഓർ ഞാൻ കിടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആയിട്ടിടും. രാവിലെ ഈ ഒരു പോസ്റ്റ് ഇടും. ആൻഡ് ഇൻ ദി നൈറ്റ് ടൈം ഞാൻ എന്ത് ചെയ്യും, ഇതിന് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് അവിടെ അതിൻ്റെ താഴെ അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളും കൂടെ ജോയിൻ ചെയ്യണമെന്നാണ്. സോ ദാറ്റ് നിങ്ങൾക്കും പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ 60 ഡേ സ്റ്റഡി ചാലഞ്ചിലൂടെ നമുക്ക് നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാം പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടി കിട്ടട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് കൂടാഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വീഡിയോസ് ഇനി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ലീഗൽ മെട്രോളജിയിലുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, അതിൻ്റെ വീഡിയോസും പിന്നെ ജനറലായിട്ട് നമുക്ക് സ്റ്റഡിക്ക് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള കുറേ വീഡിയോസ്, പിന്നെ ന്യൂസ് പേപ്പർ ഡെയിലി ഹിന്ദു ഞാൻ വായിക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസം കൂടെ കഴിയും, കാരണം ഞാനിപ്പോൾ എൻ്റെ ഹോം ടൗണിലല്ല. സോ ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക്. അപ്പോൾ അവിടെ ചെന്നാലാണ് എൻ്റെ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഡെയിലി സെഷൻസ് ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈവ് ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ. ബാക്കിയൊക്കെ ഏകദേശം നമ്മളിപ്പോൾ തുടങ്ങുന്നുണ്ട്. ഈ ഡെയിലി സെഷൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നാളെ തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാം. സോ ദോസ് ഹു വോണ്ട് ടു ജോയിൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം.